എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കാൽക്കുലസ് പഠിക്കാതെ 30 മാർക്ക് മേടിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഉറപ്പായിട്ടും പറ്റും. കാരണം നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാൽക്കുലസ് പഠിക്കാതെ ഉറപ്പായിട്ടും നമുക്ക് 30 മാർക്ക് മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ 30 മാർക്കിൽ കൂടുതൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഉറപ്പായിട്ടും ഒരു 30 മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എളുപ്പത്തിൽ, പലരും ചോദിക്കുന്നതാണ്, എളുപ്പത്തിൽ പഠിച്ച് ഏകദേശം ഒരു 30 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്? ഉറപ്പായിട്ടും നിങ്ങൾ ഒഴിവാക്കാതെ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ മെട്രിസസ്. ഏകദേശം 9 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന വളരെ മനോഹരമായ, വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് മെട്രിസസ്. അപ്പൊ അത് ഒരിക്കലും ഒഴിവാക്കരുത്. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് വെക്റ്റർ ഓൾജിബ്ര. വെക്റ്റർ ഓൾജിബ്ര പഠിക്കാതെ പോകരുത്. കാരണം വെക്റ്റർ ഓൾജിബ്രയിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടും? 7 മാർക്ക് കിട്ടും. ഓക്കെ, നല്ല വെയിറ്റേജ് ഉള്ള അടിപൊളി ചാപ്റ്ററാണ് വെക്റ്റർ ഓൾജിബ്ര. വളരെ നിസ്സാരമായിട്ട് അധിക സമയം ചെലവാകാതെ പഠിക്കാനും സാധിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ട ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഏകദേശം 7 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. അടിപൊളിയായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്കിങ് പോരും. കാരണം ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ടെക്സ്റ്റിലുള്ള അതേ ചോദ്യങ്ങൾ തന്നെയാണ് പ്രോബബിലിറ്റിക്ക് ചോദിക്കുക. പുറത്തു നിന്നുള്ള ചോദ്യം ഇതുവരെ ചോദിച്ച ചരിത്രം പ്രോബബിലിറ്റിക്ക് ഇല്ല. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ബേസ് തിയറവും കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒക്കെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പ്രോബബിലിറ്റിയിൽ നിന്നുള്ള 7 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന സ്ഥിരം റിപ്പീറ്റഡ്, മോസ്റ്റ് റിപ്പീറ്റഡ്, ഉറപ്പായിട്ടും ചോദ്യ പേപ്പറിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചും പറയുന്ന 6 മാർക്ക് ചോദ്യം, ഒരു LPP അഥവാ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതെന്തായാലും നിങ്ങൾക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ ഏകദേശം ഒരു 25 മാർക്കോളമായി. ഓക്കെ, വീണ്ടും മുന്നോട്ട് പോവാം. മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട മറ്റൊരു ചാപ്റ്റർ ഈസി ടു സ്കോർ. ഇതും കൂടെ പഠിച്ച ഏകദേശം 30 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇൻവേഴ്സ് ട്രിഗണോമെട്രി 3 മാർക്കേ ഉള്ളൂ. ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ച് 3 മാർക്ക് അതിൽ നിന്ന് ഒപ്പിക്കാൻ പറ്റും. അപ്പൊ ഏകദേശം ഒരു 30 മാർക്കിനോട് അടുപ്പിച്ച് സ്കോർ ചെയ്യാൻ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് വൃത്തിയായിട്ട് പഠിക്കുന്ന വഴി നിങ്ങൾക്ക് കഴിയും. കാൽക്കുലസ് നമ്മൾ തൊട്ടിട്ടില്ല. ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും ഡിഫറൻഷ്യൽ ഇക്വേഷനും അടങ്ങുന്ന കാൽക്കുലസ് നമ്മൾ തൊട്ടിട്ടേ ഇല്ല. അല്ലാതെ തന്നെ ഈ പറയുന്ന ഭാഗം വൃത്തിയായി പഠിക്കുന്നത് വഴി നമുക്ക് ഏകദേശം 30 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് വസ്തുത. കറക്റ്റായിട്ട് പഠിച്ച് ഉയർന്ന സ്കോർ നേടാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞത് പ്രധാനമായും പാസ്സാകാൻ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്. അവർ ഈ വീഡിയോ പ്രയോജനപ്പെടുത്തുക. അല്ലാത്തവർ എല്ലാം പൂർണ്ണമായും പഠിച്ച് ഫുൾ മാർക്കിലേക്ക് തന്നെ എത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും ഉയർന്ന സ്കോർ നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ശരത് സൈനിങ് ഔട്ട്.